ഇനി സംഭവിക്കാൻ പോകുന്നത് മഹ്ശറയാണ്. മഹ്ശറ ഏറ്റവും ചുരുങ്ങിയത് 50,000 കൊല്ലം ഉണ്ടാവും. അതിന്റെ മേലക്ക് നല്ല താഴത്തേക്കില്ല. ഈ 50,000 കൊല്ലം എന്താ പണി? ഒരു പണിയില്ല, ഹിസാബൊന്നുമില്ല, വെറുതെ നിൽക്കുക. ചെമ്പിന്റെ തറ, മരുഭൂമി, സൂര്യൻ വളരെ അടുത്ത്, അതിശക്തമായ താപം, മനുഷ്യൻ എരിപൊരി കൊള്ളുന്നു. 50,000 കൊല്ലം ഒന്നും നടക്കണില്ല, വെറുതെ ഇങ്ങനെ നിൽക്കന്നെ. 50,000 കൊല്ലം കഴിയുമ്പോ ഒരു ചർച്ചയുണ്ടാവും. എന്താ ചർച്ച? നമ്മളെവിടെയെങ്കിലും ഒന്ന് പോയി നോക്കിയാലോ. ആ ചർച്ച. എന്താ ഈ നൃത്തം, ഒരറ്റം ചെല്ല, നമ്മളെവിടെയെങ്കിലും ഒന്ന് പോയി നോക്കിയാലോ എന്ന ചർച്ച നടക്കും. ചർച്ചക്കൊടുവിൽ തീരുമാനമാകും നമുക്ക് പോവുക. അങ്ങനെ എല്ലാരും കൂടിയിട്ട് ആദ്യം പോണത് ആദം വല്ലിപ്പാന്റെ അടുത്തേക്ക്. ഉലുൽ അസ്മുകളെ മാത്രമാണ് സമീപിക്കാന്ന് മറ്റൊരു അഭിപ്രായം ഉണ്ട്. ഏതായാലും ആദം വല്ലിപ്പാന്റെ അടുത്തേക്ക് പോകും. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് എന്നിട്ട് പറയും, വല്ലിപ്പാ, ഞങ്ങളാകെ ഇടങ്ങേറായിട്ടുണ്ട്. സ്വർഗത്തേക്കായാലും വേണ്ടില്ല, നരകത്തേക്കായാലും വേണ്ടില്ല, ഇവിടുന്ന് ഒന്നാണ്ട് കഴിച്ചിലായാ മതിയായിരുന്നു. ഇതാണ് പറയാ. നമ്മളെല്ലാരും കേട്ടിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും പറയോ നരകത്തേക്കായാലും വേണ്ടില്ലാന്ന്? ഇല്ല, ഞാനും പറയില്ല, നിങ്ങളും പറയില്ല, നമ്മളാരും പറയില്ല. കാരണം നമ്മളെ മുമ്പിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. പിന്നെന്താ അങ്ങനെ പറയണത്? അതിനൊരു കാരണമുണ്ട്. ഈ പറയാൻ പോണയിലേ അബൂജഹലുണ്ട്, ലഅനത്തുല്ലാഹി, നമ്രൂദ് ഉണ്ട്, ഈ പറയാൻ പോണയില് ഖാറൂനുണ്ട്. അതുകൊണ്ടാ പറയണത്. ആദം നബി അലൈഹി ഇസ്ലാം പറയും, കുട്ടികളെ, എന്നെ കൊണ്ടൊരു വയ്യൂല്ല, നിങ്ങൾ വേറെ എവിടെയും പോയി പോയിക്കോളി. അങ്ങനെ പോകും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, മൂസാ നബി അലൈഹി ഇസ്ലാം, നൂഹ് നബി അലൈഹി ഇസ്ലാം, ഈസാ നബി അലൈഹി ഇസ്ലാം. അവസാനം ചൊല്ലുന്നു, അഷ്റഫുൽ ഖൽഖായ ഹബീബുനാ റസൂലുള്ളാഹി മുസ്തഫ നബി തങ്ങളുടെ ഹദറത്തിൽ ചെന്നിട്ട് നിങ്ങളൊന്ന് പറയോ എന്ന് ചോദിക്കുമ്പോ പറയും, ഞാൻ പറഞ്ഞോളാം അറിയും. അങ്ങനെ അവിടുന്ന് വരും. അർശിന്റെ താഴ്ഭാഗത്ത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ കിടക്കും. ആ സുജൂദിനൊടുവിൽ പറയപ്പെടും, മുഹമ്മദേ, തല ഉയർത്തു, എന്താവശ്യമുണ്ടെങ്കിലും തരാമല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പറയും, നിന്റെ ഉമ്മത്തുകളെ അല്ലാഹുവേ ഒന്ന് വിചാരണക്കെടുത്ത് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ തീരുമാനമാകണം. അങ്ങനെ ഹിസാബ് തുടങ്ങും. തുടങ്ങിയപ്പോഴാ തീരാ? തുടങ്ങിയേക്കിന് തീരും. അതിന് തോന്നെ സമയമൊന്നും വേണ്ട. കാരണം അള്ളയാണ് നോക്കണത്. നമ്മളെ വിചാരം ഉണ്ടാവും, തുടങ്ങിയാൽ പിന്നെ വരി ഇങ്ങനെ നിർത്തിയിട്ട് ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം വിളിക്കും. സൈനുദ്ദീനൊക്കെ പെട്ട തന്നെ ലാസ്റ്റ് ഇക്കാരെ എന്നൊന്നും ചിന്തിക്കണ്ട. അങ്ങനെയൊന്നുമില്ല, എല്ലാരും ഒപ്പം നോക്കും. തുടങ്ങാൻ മുഹമ്മദ് പറയണം സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ മഹ്ശറ? മുഹമ്മദ് നബിയെ സമ്മതിപ്പിക്കാൻ, അല്ലാതെ ഒന്നിനുമല്ല. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോന്ന് എനിക്കറിയില്ല. മുഹമ്മദ് നബി വിചാരിച്ചാലേ അല്ലെങ്കിൽ ഞമ്മക്കറിയില്ലേ ഇത് ആദം നബിനെ കൊണ്ട് നടക്കൂലാന്ന്, നൂഹ് നബിനെ കൊണ്ട് നടക്കൂലാന്ന്, ഇബ്രാഹിം നബിനെ കൊണ്ട് നടക്കൂലാന്ന്. എന്നാ പിന്നെ ആദ്യം തന്നെ മുഹമ്മദ് നബിയുടെ അടുത്തേക്കാണ് പോയാ പോരെ? പോകൂല. ഇവിടൊക്കെ ഒന്ന് പോയി നോക്കിയിട്ടുണ്ട്. വന്നിട്ട് അവസാനം എത്തുമ്പോ മനസ്സിലാകും നടക്കൂല. മുഹമ്മദ് നബി വിചാരിച്ചാലേ നടക്കുള്ളൂന്ന്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അപ്രമാദിത്വത്തെ സമ്മതിപ്പിക്കുന്നതിനാണ് മഹ്ശറ. അതാണ് സമ്മതിച്ചാൽ ഹിസാബാണ് തുടങ്ങും. സമ്മതിക്കുന്നത് വരെ തുടങ്ങൂല. എന്തിനാ മഹ്ശറ? മുഹമ്മദ് നബിക്ക് വേണ്ടിയിട്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്ത് എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടോ അത് മുഹമ്മദ് നബിക്കാണ്. സംഭവിക്കാതിരുന്നിട്ടുണ്ടോ അതും മുഹമ്മദ് നബിക്ക് വേണ്ടിയിട്ടാണ്. ഇനി എന്തെല്ലാം സംഭവിക്കാൻ പോകുന്നുണ്ടോ അതും മുഹമ്മദ് നബിക്ക് വേണ്ടിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളെക്കാളും പ്രധാനപ്പെട്ടത് അഷ്റഫുൽ ഖൽഖാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അഷ്റഫുൽ അംബിയാ മാത്രമല്ല, അഷ്റഫുൽ ബഷർ മാത്രമല്ല, അഷ്റഫുൽ ഖൽഖ് കൂടിയാണ്. അഷ്റഫുൽ അംബിയാ എന്ന് പറഞ്ഞാൽ അംബിയാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആള് എന്നാണ്. അത് മാത്രമല്ല നബി തങ്ങൾ. അഷ്റഫുൽ ബഷർ എന്ന് പറഞ്ഞാൽ മനുഷ്യനിൽ ഏറ്റവും പ്രത്യേകമായ ആള് എന്നാണ്. അതാണ്. പക്ഷെ അത് മാത്രമല്ല, അഷ്റഫുൽ ഖൽഖാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച എല്ലാറ്റിനേക്കാളും മാസിവൽ ബാരി തആല, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനേക്കാൾ ബാക്കി എല്ലാറ്റിനേക്കാളും പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗത്തെക്കാളും
കഅബയേക്കാളും. സ്വർഗത്തേക്കാൾ പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറയാൻ കാരണം? ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി മൂത്രമൊഴിക്കാനും വുളൂ ചെയ്യാനും തഹജ്ജുദ് നിസ്കരിക്കാനും വേണ്ടി എഴുന്നേറ്റ് വെള്ളത്തിനായി പുറത്തിറങ്ങി. അപ്പോൾ ഒരാളുണ്ട് പുറത്തിങ്ങനെ നിൽക്കണം. നമ്മളെ ഭാഷയെ പറയുകയാണെങ്കിൽ വായംകുടുമ്പിലുണ്ട് ഒരാൾ പെരുമാറ്റം. വായംകുടുമ്പിൽ പറഞ്ഞാൽ മനസ്സിലായല്ലോ അല്ലേ? അവിടെ ഒരാൾക്കുണ്ട്. അപ്പൊ ആരാ അതെന്ന് ചോദിച്ചു. അതിന് മുമ്പര് വന്നു, അബൂദറാണ് റളിയല്ലാഹു അൻഹു. മുമ്പര് വന്നു, ഞാനാണ് പറഞ്ഞു. അബൂദർ റളിയല്ലാഹു അൻഹു വന്നപ്പോ ചോദിച്ചു, എന്താ ഇവിടെ കിണെന്ന് ചോദിച്ചു. രാത്രി നബി തങ്ങൾ താമസിക്കുന്ന വീടിന്റെ അടുത്താണ്. അതിൽ പറഞ്ഞു, നബിയെ, നിങ്ങൾ എപ്പോഴെങ്കിലും രാത്രി മലമൂത്ര വിസർജനത്തിനോ വുളൂ ചെയ്യാനോ പുറത്തിറങ്ങിയാൽ നിങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു തരാമെന്ന് കരുതി ഞാൻ ഇവിടെ വന്നു നിന്നതാണ്. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, അബൂദറേ, നീ എല്ലാ ദിവസവും ഇങ്ങനെ വന്നു നിൽക്കാറുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഉണ്ട് പറഞ്ഞു. ഞാൻ എല്ലാ ദിവസവും കൂടെ വന്ന് നിൽക്കലുണ്ട്, പക്ഷെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങലില്ല, ഞാൻ എന്താട്ട എന്ന്. എന്നാ വെള്ളം കൊണ്ടുവരാറുന്നു. അങ്ങനെ വെള്ളം കൊടുന്നു, മൂത്രമൊഴിച്ചു, ഒതുണ്ടാക്കി. അതിന്റെ ശേഷം ചോദിച്ചു, അബൂദറേ, നിനക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാം, എന്താ ദ്വാരക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. നബിയെ, എനിക്ക് വേണ്ടി നിങ്ങൾ ചോദിക്കേണ്ടത് സ്വർഗത്തിലെ നിങ്ങളുടെ കൂട്ടുകാരനാകാനാണ്. സ്വർഗമല്ല, കൂട്ടുകാരനാണ് ഹൈലൈറ്റ്. അസ്അലുക്കൽ ജന്ന എന്നല്ല, സ്വർഗത്തെ അല്ല ചോദിക്കുന്നത്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന എന്ന് പറഞ്ഞാൽ മുറാഫഖത്താണ് ചോദിക്കുന്നത്. മുഹമ്മദ് നബിയുടെ കൂട്ടുകാരനാവണം എന്നതാണ് ചോദ്യം. അതാണ് പറഞ്ഞത്, സ്വർഗത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബി തങ്ങൾ അതിന് പറഞ്ഞ മറുപടി എന്താ അറിയോ? അവലക ഗൈറൻ യാ അബൂദർ. ശരിക്കും നാടൻ മലയാളത്തിലേക്ക് അത് പരിഭാഷപ്പെടുത്തിയാല്, അബൂദറെ, ദേശം കുറഞ്ഞത് എന്തേലും ചോദിച്ചൂടെ? ഇമാതിരി ചോദ്യമൊക്കെ ചോദിച്ചാല് എന്ന്, അതാണ് ശരിക്കും അതിന്റെ അർത്ഥം. അവലക ഗൈറൻ യാ അബൂദർ. അബൂദറെ, ദേശം താത്തി കുറച്ച് കുറഞ്ഞത് എന്തേലും ഒന്ന് ചോദിച്ചൂടെ എന്ന് ചോദിച്ചു. അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുറക്കാനൊന്നും നിർവാഹല്ല, എനിക്ക് അതന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഫഅഇന്നി ബികസ്റത്തി സുജൂദ്. സുജൂദിനെ അധികരിപ്പിച്ചുകൊണ്ട് നീ എന്നെ സഹായിക്കുക എന്ന് പറഞ്ഞു. അതായത് ഇങ്ങോട്ട് നോക്കിക്കോളി നിങ്ങള്, സുജൂദ് അധികരിപ്പിച്ചാൽ കിട്ടുന്നല്ല പറഞ്ഞത്, ഞാൻ വാങ്ങിത്തരാം. സുജൂദിനെ അധികരിപ്പിച്ചുകൊണ്ട് എന്നെ നീ ഒന്ന് സഹായിക്കണം. അധികരിപ്പിച്ചിട്ടില്ലെങ്കിലും എന്ത് വാങ്ങിത്തരും? മുറാഫഖത്തിനെ വാങ്ങിത്തരും. ആൾക്കാർ പറഞ്ഞു എന്തായിച്ചാല് മൂപ്പർക്ക് സുജൂദ് ഇതുകൊണ്ട് കിട്ടിയതാണ് എന്ന് തോന്നും. അങ്ങനല്ല, സുജൂദ് മൂപ്പര് ചെയ്യും, അത് വേറെ കാര്യം. സംഗതി ഞാൻ വാങ്ങിത്തരാം, നീ എനിക്കൊരു സഹായം ചെയ്യണം, സുജൂദിനെ അധികരിപ്പിക്കുക എന്ന സഹായം ചെയ്യണം എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നാണ്. അപ്പൊ സ്വർഗത്തേക്കാൾ പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ്. ഖുർആനിനേക്കാൾ പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം മുഹമ്മദ് നബി ഇല്ലെങ്കിൽ ഖുർആനില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇല്ലെങ്കിൽ ഖുർആൻ ഉണ്ടാവില്ല. ഖുർആൻ മുഹമ്മദ് നബിയിലേക്ക് അവതീർണമായതാണ്. തൗറാത്ത് മൂസാ നബിക്ക് ഒന്നിച്ചു കൊടുത്തതാണ്, ഒന്നിച്ചാണ് കൊടുത്തു. ഈസാ നബി അലൈഹി ഇസ്ലാമിന് ഇഞ്ചീൽ ഒന്നിച്ചാണ് കൊടുത്തതാണ്. സബൂർ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് ഒന്നിച്ചാണ് കൊടുത്തതാണ്, കൊണ്ടേ കൂളിയർ. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആൻ ഒന്നായിട്ടാണ് കൊടുത്തില്ല. എന്താ കാര്യം? ഖുർആനിനേക്കാൾ പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തൗറാത്ത് അംഗീകരിച്ചിട്ട് മൂസാ നബിനെ അംഗീകരിക്കാം, ഖുർആൻ അംഗീകരിച്ചിട്ട് മുഹമ്മദ് നബിനെ അംഗീകരിക്കലുണ്ടാവില്ല. മുഹമ്മദ് നബിനെ അംഗീകരിച്ചിട്ട് ഖുർആൻ അംഗീകരിക്കലേ ഉണ്ടാവുള്ളൂ. ഖുർആനിൽ ആർക്കാ സംശയം? മുഹമ്മദ് നബിനെ അംഗീകരിക്കാത്തവർക്കേ ഉണ്ടാവുള്ളൂ, അല്ലാത്തവർക്കും ഉണ്ടാവില്ല. യുക്തിവാദത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഖുർആനിലെ സംശയമല്ലത്, മുഹമ്മദ് നബിയിലെ സംശയമാണ് അടിസ്ഥാനം. ഈമാനിന്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി